ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്നെനിക്ക് വളരെ സ്പെഷ്യലായിട്ടുള്ളൊരു ദിവസമാണ് കേട്ടോ. വേറൊന്നുമില്ല, ഞാനും മോളും ആദ്യമായിട്ടിന്ന് ഫ്ലൈറ്റിൽ കയറാൻ പോവാണ്. അപ്പോൾ അതിൻ്റേതായ ഒരു ടെൻഷനും പേടിയൊക്കെ എനിക്കുണ്ടായിരുന്നു. നമ്മൾ ട്രിവാൻഡ്രം എയർപോർട്ടിൽ നിന്നാണ് കയറിയത്. എയർ അറേബ്യ ഫ്ലൈറ്റിലാണ് കേട്ടോ നമ്മൾ പോയത്. അബുദാബി എയർപോർട്ടിലാണ് നമ്മൾ ചെന്ന് ഇറങ്ങുന്നത്. അപ്പോൾ എയർപോർട്ടിൽ നമ്മുടെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ലഗേജ് എല്ലാം ഓക്കെ ആയിരുന്നു. ബോർഡിംഗ് പാസ്സൊക്കെ കിട്ടി. സെക്യൂരിറ്റി ചെക്ക് എല്ലാം ഓക്കെ ആയിരുന്നു. അപ്പോൾ ആ ടൈമിലൊക്കെ മോൾ എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് ഓർത്ത് എനിക്ക് ടെൻഷൻ ഉണ്ടായിരുന്നു. ബട്ട് അവൾ ഓക്കെ ആയിരുന്നു. വേറെ പ്രോബ്ലം ഒന്നും ഉണ്ടായില്ല. അവൾ അച്ഛനെ കാണാൻ വേണ്ടിയിട്ടുള്ള ഒരു നല്ലൊരു ത്രില്ലിലായിരുന്നു. ട്രിവാൻഡ്രത്ത് നിന്ന് വെളുപ്പിനെ 5 മണിക്കായിരുന്നു നമ്മുടെ ഫ്ലൈറ്റ്. അപ്പോൾ നമ്മുടെ ബാക്കിയുള്ള ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ആദ്യത്തെ യാത്ര ആയതുകൊണ്ട് തന്നെ എനിക്ക് എയർപോർട്ടിലെ കാര്യങ്ങളെക്കുറിച്ചൊന്നും വലിയ പിടിയൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ എന്നെ ഒരുപാട് ഹെൽപ്പ് ചെയ്തൊരു സുഹൃത്താണ് കേട്ടോ. അവിടെ വെച്ച് കണ്ടുമുട്ടിയതാണ്. അപ്പോൾ നമ്മൾ നേരെ ഫ്ലൈറ്റിലോട്ട് കയറാൻ പോവാണ്. ചാരുവാണെങ്കിൽ നല്ല ഹാപ്പി ആയിരുന്നു, നല്ല എക്സൈറ്റഡ് ആയിരുന്നു. അപ്പോൾ ഇതാണ് കേട്ടോ നമ്മൾ കയറാൻ പോകുന്ന ഫ്ലൈറ്റ്. ആദ്യമായിട്ട് ഫ്ലൈറ്റിൽ കയറുന്ന ആരും ഒന്നിനെക്കുറിച്ചും പേടിക്കേണ്ട ഒരു കാര്യവുമില്ല കേട്ടോ. എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. അത് പേടിക്കേണ്ട കാര്യമില്ലെന്ന് എനിക്ക് മനസ്സിലായി. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കാലെടുത്ത് വെച്ചാണ്. അപ്പോൾ നമ്മുടെ സുഹൃത്ത് സീറ്റ് നമ്പറൊക്കെ നോക്കി തന്നിട്ടുണ്ട്. ഇല്ലെങ്കിൽ അവിടുത്തെ സ്റ്റാഫിനോട് ചോദിച്ചാൽ അവർ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യും കേട്ടോ. നമ്മുടെ നാട്ടിൽ നല്ല മഴയായിരുന്നു അന്ന് ഞാൻ പോകുന്നതിൻ്റെ അന്ന്. അപ്പോൾ ഗ്രൗണ്ട് ഫുള്ള് നനഞ്ഞ് കിടപ്പുണ്ടായിരുന്നു. ഫ്ലൈറ്റ് പൊങ്ങുന്ന ടൈമിൽ കുട്ടിയൊക്കെ ചെവിവേദന എടുക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ ഞാൻ ഇയർ ക്യാപ്പ് കാര്യങ്ങളെല്ലാം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അവിടെ ഇരുന്ന ഇൻസ്ട്രക്ഷൻസ് എല്ലാം ഞാൻ എടുത്ത് വായിച്ചൊക്കെ നോക്കി. അപ്പോൾ ഇനി എൻ്റെ ടെൻഷൻ എന്ന് പറഞ്ഞാൽ ഫ്ലൈറ്റ് പൊങ്ങുമ്പോൾ ഇനി മോള് കരയുവല്ലതും ചെയ്യുമെന്നായിരുന്നു. Both red tabs firmly downwards. The life jacket can also be inflated by blowing. ഫ്ലൈറ്റെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് തന്നെ മോൾ ഉറങ്ങി. അപ്പോൾ ഫ്ലൈറ്റെല്ലാം പൊങ്ങി കുറേ കഴിഞ്ഞപ്പോൾ നമുക്ക് ഫുഡ് വന്നിട്ടുണ്ടായിരുന്നു. നല്ല ഫുഡായിരുന്നു. മോളുടെ ഫുഡ് അവൾ ഉറങ്ങിക്കൊണ്ട് കൊടുക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇത് ഞാൻ ഫ്ലൈറ്റിനകത്തിരുന്നെടുത്ത വീഡിയോ ആണ്. എനിക്ക് വിൻഡോ സീറ്റ് ആയിരുന്നു കേട്ടോ. ഞാനും ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് ഉണർന്നു നോക്കിയപ്പോഴാണ് ഈ കാഴ്ച എനിക്ക് കാണാൻ പറ്റിയത്. അപ്പോൾ ഞാൻ ടൈം നോക്കിയപ്പോൾ നമ്മൾ എത്താറായിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെറുതായിട്ട് അവിടുത്തെ കാഴ്ചകളൊക്കെ കാണാൻ പറ്റുന്നുണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ അബുദാബിയിലേക്ക് ലാൻഡ് ചെയ്തിട്ടുണ്ട്. എല്ലാവരും ഫ്ലൈറ്റിൽ നിന്നൊക്കെ ഇറങ്ങുന്നുണ്ടായിരുന്നു. ഇവിടെ നിന്ന് നമ്മൾ ലഗേജ് കളക്ട് ചെയ്യുന്ന സ്ഥലത്തേക്ക് കുറേ നടക്കാനുണ്ടായിരുന്നു. ചെന്നിറങ്ങിയത് നമ്മുടെ ചാരു നല്ല ഹാപ്പി മൂഡിലായിരുന്നു. അവിടെ അച്ഛനെ കാണാനായിട്ടുള്ളൊരു ഇതിലായിരുന്നു. അപ്പോൾ നമ്മൾ അവിടുത്തെ ഫോർമാലിറ്റീസ് എല്ലാം കഴിഞ്ഞ് ലഗേജ് എല്ലാം കളക്ട് ചെയ്ത് വെളിയിൽ നിന്നപ്പോഴത്തേക്ക് ഏട്ടനൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. നമ്മൾ ദുബായിക്കാണ് പോകാനുള്ളത്. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പോൾ എല്ലാവരും എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. അതേപോലെ തന്നെ ലൈക്കും ചെയ്യണം കേട്ടോ. അപ്പോൾ ഇനി ഇവിടുത്തെ വീഡിയോസുമായിട്ട് ഉടനെ വരുന്നതാണ് കേട്ടോ.